വ്യക്തികൾ ആഘോഷിക്കപ്പെടാറുണ്ട്, അവരുടെ വിജയങ്ങളും ആഘോഷിക്കപ്പെടാറുണ്ട്. എന്നാൽ വിജയങ്ങൾക്ക് പിന്നിലെ നീണ്ട അധ്വാനങ്ങൾ, പരിശ്രമങ്ങളുടെ നീണ്ട കാലം ആളുകൾ കാലക്രമത്തിൽ മറന്നു പോകാറാണ് പതിവ്. കഴിഞ്ഞ ആഴ്ച സഞ്ജു സാംസൺ എന്ന വ്യക്തിയുടെ വിജയം ആളുകൾ ആഘോഷിച്ചു. വിജയത്തിന് പിന്നിൽ ഒരുപാട് പേർ അണിനിരന്നത് നാം കാണുന്നുണ്ട്. ഞാൻ അതിനോട് ചേർന്ന് ഏതാനും ധ്യാന വിചാരങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു വിജയത്തിന് പിന്നിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇൻ്റർവ്യൂകളിലൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന കുടുംബം മകന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പറിച്ചു നടന്നു. 20 വർഷത്തോളം ആ കുടുംബം അവരുടെ സാഹചര്യങ്ങളൊക്കെ മാറി എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മകന് വേണ്ടിയിട്ടാണ്. അപ്പൻ അല്പം വൈകാരികമായൊക്കെ ഇൻ്റർവ്യൂകളിൽ പറയുമ്പോൾ ആളുകൾ കുറ്റപ്പെടുത്തുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ സമർപ്പിക്കപ്പെട്ട ചില ജീവിതങ്ങളുണ്ട്, അപ്പൻ്റെയും അമ്മയുടേതുമൊക്കെ. അവർക്ക് അല്പം വികാരം കൊള്ളാനുള്ള ന്യായവുമുണ്ട് എന്നതാണ് വാസ്തവം. കുടുംബമാണ്, കുടുംബത്തിൻ്റെ സമർപ്പണമാണ് ഈ ഒരു വലിയ വിജയത്തിൻ്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു പുസ്തകം വായിക്കുന്നു. റിലേഷനോമിക്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ബന്ധങ്ങളാണ് വിജയങ്ങളുടെ പിന്നിലെ അടിസ്ഥാനം എന്നാണ് ഈ പുസ്തകം പറയുന്നത്. സാധാരണ എപ്പോഴും പറയില്ലേ, ഒരു വ്യക്തി അയാൾ തീരുമാനിച്ചാൽ വിജയിക്കാമെന്ന്. പുസ്തകത്തിൻ്റെ പ്രധാന പ്രമേയം തന്നെ അതിന് വിരുദ്ധമാണ്. വ്യക്തികൾ പരിശ്രമിക്കണം, അതിൽ തെറ്റില്ല, നിശ്ചയമാണത്. പക്ഷേ പരിശ്രമിക്കുമ്പോൾ കൂടെയുള്ള മനുഷ്യർ, ചേർന്ന് നിൽക്കുന്നവർ, അവരുടെ സഹകരണം കൂടി ചേരുമ്പോഴാണ് ഒരാൾ വിജയത്തിലേക്ക് എത്തുന്നത് എന്നതാണ് പ്രധാനം. സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, ദൈവപുത്രനായ ഈശോ അവന് ചുറ്റും സ്നേഹിതരുടെ ഒരു വലയം തീർക്കുന്നുണ്ട്. പ്രധാന ഘട്ടങ്ങളിൽ അവർ വീണുപോകുന്നു, അവനെ തിരസ്കരിക്കുന്നു, ഉറങ്ങിപ്പോകുന്നു എന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒരു സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. കുടുംബം യേശുവിൻ്റെ ഒപ്പം നാം കാണുന്നുണ്ട്. അമ്മയുടെ തണൽ, അമ്മയുടെ നിഴൽ. ഒന്നാമത്തെ ധ്യാനചിന്ത അതാണ്. നോമ്പുകാലം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ബലപ്പെടുത്തേണ്ട സമയമാണ്. ഞാൻ മുൻപും അത് പറയാറുള്ളതാണ്. രണ്ടാമത്തേത്, ഇൻ്റർവ്യൂകളിലൊക്കെ സഞ്ജു പറയുന്നുണ്ട്, 5 വയസ്സ് മുതൽ ക്രിക്കറ്റ് പരിശീലനം തുടങ്ങിയതാണ്, 31 വയസ്സായി. ദീർഘകാലത്തെ പരിശീലനം, എല്ലാ ദിവസവും 6-7 മണിക്കൂറുകൾ അയാൾ ക്രിക്കറ്റ് പരിശീലിക്കുകയാണ്. ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നു, ഞാൻ ചിന്തിക്കുന്നത് 90% ക്രിക്കറ്റിനെ കുറിച്ചാണ്. വരുന്ന മത്സരങ്ങളെക്കുറിച്ച്, വേണ്ട ഒരുക്കത്തെക്കുറിച്ച്, അതിന് വേണ്ട അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ചിന്തയുടെ 90% ക്രിക്കറ്റിനെ കുറിച്ചാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ഒക്കെ ജീവിതവുമായിട്ട് ചേർത്ത് നിർത്തി എന്തുമാത്രം സമയം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ദൈവവിളി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത്. ഞാനൊരു വൈദികനാണല്ലോ. എൻ്റെ സമയത്തിൻ്റെ എത്ര ശതമാനം ഞാൻ എൻ്റെ ഈ വൈദിക ശുശ്രൂഷയെ ഫലപ്രദമാക്കാൻ, കുറച്ചുകൂടി ആളുകൾക്ക്, ദൈവജനത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്? ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളെ കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ ആലോചിക്കണം, ഒരു ദിവസത്തിൻ്റെ എത്ര മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തെ ഗുണപരമായി മെച്ചപ്പെടുത്താൻ സമയം മാറ്റിവെക്കുന്നുണ്ട്? ഒരു ദിവസവും ചിന്തിക്കുന്നത് 90% ക്രിക്കറ്റിനെ കുറിച്ചാണ് എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കണം, എൻ്റെ ചിന്തയുടെ പരിക്രമങ്ങൾ എവിടെയൊക്കെയാണ്? എന്തിനെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ ആലോചനകൾ, ചിന്തകൾ നടക്കുന്നത്? ഞാൻ എൻ്റെ വായനകൾ, എൻ്റെ പഠനം, എൻ്റെ ഒരുക്കം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ വചനവായന, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമയത്തിൻ്റെ, ചിന്തയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാറ്റിവെക്കേണ്ടത്. അപ്പോഴാണ് എൻ്റെ ശുശ്രൂഷയെ അത് ഫലപ്രദമാക്കുന്നത്. കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ അയാളുടെ കുടുംബജീവിതത്തിൻ്റെ മധുരം, ഉറപ്പ് മെച്ചപ്പെടുത്താനുള്ള ആലോചനകളും ശ്രമങ്ങളും നടത്തണം. അങ്ങനെയുള്ള ഏകാഗ്രത ജീവിതത്തിന് ചുറ്റുമുണ്ടാകുമ്പോഴാണ് അത് വളർച്ചയായും വിജയമായും മാറുന്നത്. യേശുവിനെ നോക്കണം. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ഒരു സമയക്രമം, ടൈം ടേബിൾ പരിശോധിച്ചാൽ മനസ്സിലാകും, വളരെ കൃത്യമാണ്. ഒന്നുകിൽ അവൻ മലമുകളിൽ അല്ലെങ്കിൽ നിശബ്ദതയിൽ പിതാവിനോട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ
അവൻ മനുഷ്യരോടൊപ്പമായിരിക്കും, അവരോട് പ്രസംഗിക്കും, അവരെ പഠിപ്പിക്കും, സൗഖ്യം നൽകും, അവരെ സ്നേഹിക്കും, അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇതല്ലാതെ സമയക്രമത്തിൽ മറ്റൊന്നിനും വേണ്ടി അവൻ മാറ്റിവെക്കുന്നില്ല. നമ്മുടെ എല്ലാം ജീവിതത്തെ ഒന്ന് പരിശോധിക്കേണ്ടതില്ലേ? നാം സമർപ്പിക്കുന്ന രീതികൾ, നമ്മുടെ ചിന്താ രീതികൾ, ചിന്താ പരിസരങ്ങൾ, നാം ചെയ്യുന്ന കാര്യങ്ങൾ, അവയിലൊക്കെ നമ്മുടെ ജീവിതത്തെ ഗുണപരമായി മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ആഘോഷിക്കപ്പെടേണ്ടത് വിജയങ്ങളല്ല, ഓർമ്മിക്കപ്പെടേണ്ടത് വിജയങ്ങൾ മാത്രമല്ല, അതിന് പിന്നിലെ ദീർഘമായ അധ്വാനവും സമർപ്പണവുമാണ്. നോമ്പുകാലം കുറച്ചുകൂടി ഏകാഗ്രമാകാൻ നമ്മെ വിളിക്കുന്നുണ്ട്. നല്ല ദിവസം.